Hi, good evening, my dears. Let's see the parts of computer. Are you ready for that? Okay, this is computer. This is monitor. It looks like a television display. Okay, then this is called UPS. This is called UPS, and this is our keyboard. It looks like a typewriter. This is keyboard. It looks like typewriter. Then next part of computer is mouse. This is called mouse. Next one, speaker. This is speaker. We can hear sound through this device. Okay. Next one, printer. We want to print any files or data from this. This is printer. The very important part of computer is this one. This is central processing unit, the brain of computer. This is CPU. This is called CPU. Hi kids, this is mouse. It is called mouse. It has two buttons, right button and left button. Right button and left button. You can select or point or open a file. Yes, I am going to open a file. Look how to open a file. Just click or select any file. Click right button and open the file. Now the file opened. Children, how to start a computer? First, switch on the plug. Then go to CPU. This is central processing unit CPU. Switch on the CPU. Then just wait for, look, our monitor going to start. Power മോണിറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. Our monitor going to start. Okay, the monitor displays Windows XP. We can see here icons, then status bar, task bar, everything. These are the icons. Then start button, task bar also. Okay kids? Okay my children, our new lesson name is Introduction to Computer. നമ്മുടെ പുതിയ ലെസൺ ആണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ. അതിനു മുമ്പ് വാട്ട് ഈസ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആസ് വി ഓൾ നോ, വി ഹാവ് എ ബോഡി. നമുക്ക് ഒരു ബോഡി ഉണ്ട് അല്ലേ? നമ്മുടെ ബോഡിയിൽ നമ്മൾ ഒരു മൈൻഡ് ഉണ്ട്, നമ്മുടെ ഒരു മനസ്സ് അല്ലേ? ആ മനസ്സ് പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് അതുപോലെയാണ് നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ മാം ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ് അല്ലേ? IT പഠിപ്പിക്കുകയാണ്. അപ്പോൾ മാമിൻ്റെ മൈൻഡിൽ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ കാര്യം സംസാരിക്കുമ്പോൾ മാമിൻ്റെ ബോഡി പാർട്സൊക്കെ അതിന് സജ്ജമാകുന്നു അല്ലേ? ഇപ്പോൾ കൈകൊണ്ട് ആക്ഷൻ കാണിക്കാനും അങ്ങോട്ട് നോക്കാനും നിങ്ങളോട് പറയാനൊക്കെ മൈൻഡ് പറയുന്നത് പോലെയാണ് മറ്റ് ബോഡിയിലെ പാർട്സൊക്കെ. ഇപ്പോൾ നിങ്ങളോട് ഞാൻ നോക്കി സംസാരിക്കുന്നു, കണ്ണ് നിങ്ങളെ നോക്കുന്നു അല്ലേ? അതുപോലെയാണ് നമ്മുടെ ബോഡി. മൈൻഡ് എങ്ങനെയാണോ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെയാണ് നമ്മുടെ ബോഡിയും പറയുന്നത്. നമ്മളെ മൈൻഡാണ്
നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. The operating system in a computer controls the function of other software. ഈ കമ്പ്യൂട്ടറിലുള്ള മറ്റു സോഫ്റ്റ്വെയറുകളെയും ഹാർഡ്വെയർസ് ഏതാണ്? ഇതിൻ്റെ പാർട്സ് ഒക്കെ ഹാർഡ്വെയർസ് ആണ് അല്ലേ? ഈ ഹാർഡ്വെയർസിനെയും ഇതിനുള്ളിലുള്ള മറ്റ് സോഫ്റ്റ്വെയർ ആപ്സിനെ ഐക്കൺസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ. The parts of computer are also managed by the operating system. ഈ പാർട്സും കമ്പ്യൂട്ടറിൻ്റെ ഓരോ പാർട്സും കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കമ്പ്യൂട്ടർ. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് വിൻഡോസ് XP. വിൻഡോസ് XP എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്, ഒരു എക്സാമ്പിളാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ് വിൻഡോസ് XP. നമ്മൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങളിലും കമ്പ്യൂട്ടറിൽ വിൻഡോസ് XP എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. Okay children, Windows XP, the operating system developed by Microsoft Corporation. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ കമ്പനിയാണ് വിൻഡോസ് XP എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഹൂ ഡെവലപ്ഡ് വിൻഡോസ് XP? യെസ്, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഡെവലപ്ഡ് അവർ വിൻഡോസ് XP. Okay, it is a popular operating system in computers. യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത്? വിൻഡോസ് XP. ഓക്കെ, വിൻഡോസ് XP ഈസ് വൺ ഓഫ് ദ വേർഷൻ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. വിൻഡോസ് XP എന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോപ്പുലർ ആയിട്ടുള്ള വേർഷൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്? മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ് വിൻഡോസ് XP എന്ന പോപ്പുലർ വേർഷൻ ഡെവലപ്പ് ചെയ്തത്. Look children, it is a graphic interface. This is the graphic interface. Here you can see the colors, graphics. It is very easy to use the operating system. This is the interface of Windows XP. Can you see this picture? Yes, this is the interface of Windows XP. Okay children, the first screen we see once the computer is switched on is called desktop. This is called desktop. Okay, the desktop divided into different components. First one, start button. This is start button. Okay, look, this is start button and this is these are icons. These are icons. These are called icons. Then this is taskbar. This taskbar. Look kids, നമുക്കിതിൽ ഒരു icon open ചെയ്യാം. How to open a icon? First you select the icon to use a mouse. Yes, നമ്മൾ മൗസ് യൂസ് ചെയ്തിട്ട് ഒരു ഐക്കൺ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. We can see here the icon opening file. Okay, then these are the icons of the computer. These are the icons of the computer. Then this is start button. നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ബട്ടണിൽ പോയിട്ട് നമുക്കിപ്പോൾ ഒരു പെയിൻറ്റിൽ പോകണം. നമുക്കിവിടെ പെയിൻറ്റ് ചെയ്യാം. യെസ്,
ദിസ് ഈസ് പെയിൻറ് എന്ന ഒരു ഐക്കണിലാണ് നമ്മൾ പോയിട്ടുള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്യണം? ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ പെൻസിൽ എടുക്കാം. ദെൻ നമുക്ക് കളർ ചെയ്യണം. Okay children, this is task bar. This is called task bar. Task bar il namukku date, we can see here date and time. Okay, look here, we can see here date and time and internet connection കൊടുക്കുന്നതിൻ്റെ icon ഉണ്ട്. Then this one എന്താണ്? നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ടാസ്ക് ബാറിൽ കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ടാസ്ക് ബാർ. ദിസ് വൺ സ്റ്റാർട്ട് ബാർ. ദിസ് സ്റ്റാർട്ട് ബട്ടണിൽ പോയിട്ട് നമുക്ക് ഏത് ഐക്കണിലും ഓപ്പൺ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് സ്റ്റാർട്ട് ബട്ടൺ. Then these are the icon of the computer. These are the icons of the computer. ഈ ഐക്കൺസിനെയും ഈ സ്റ്റാർട്ട് ബട്ടൺ, ഈ ടാസ്ക് ബാർ, ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? വിൻഡോസ് XP എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ ഓക്കെ മൈ children, we let's start to learn about icons. These are the icons of this computer. Here are so many icons are here. Look, these are different shape, different, we can see this different shape, different colors, right? And different size. The small images that we see on the desktop is called an icon. Okay, ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഈ ചെറിയ ചെറിയ ഇമേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐക്കൺസ് എന്ന് പറയുന്നത്. ഐക്കൺസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിങ് എ പ്രോഗ്രാം ഓർ ഓപ്പണിംഗ് എ ഫയൽ. ദേ ഹാവ് ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് കളേഴ്സ്. ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഓരോ ഐക്കൺസും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാം ഇവിടെ ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. Okay, I am going to create a folder. Yes, this one, a new icon. Okay, I am going to name the icon my name. Okay, this is an new icon. Okay, അപ്പോൾ മാം ഇവിടെ ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. Okay, let's open the icon. Yes, the folder is empty. ഇവിടെ ഒന്നുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഓരോ ഐക്കൺസ്, ഓരോ കാര്യങ്ങൾ, ഡാറ്റാസും ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്താൽ നമുക്കത് കാണാൻ പറ്റും. വി ക്യാൻ സീ ദാറ്റ് ഡാറ്റാസ് ആൻഡ് ഇമേജസ്. ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരു ഫയൽ, ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത്? ലെറ്റ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡെസ്ക്ടോപ്പിൽ, ദെൻ ന്യൂ ഫോൾഡറിലേക്ക് പോകുക, ഫോൾഡറായി. ഓക്കെ, ദെൻ റീനെയിം ദ ഫോൾഡർ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഫോൾഡർ, ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, okay kids, how to shut down a computer? Do you know? The computer cannot be switched off like other machines, like in the case of television, which is switched off by using the remote control. In order to switch off a computer, we need to follow the steps given below. Okay, നമുക്കൊരു TV ഓഫ് ചെയ്യണമെങ്കിൽ ഒരു റിമോട്ട് കൺട്രോൾ കൊണ്ട് ഓഫ് ചെയ്യാം. ഒരു റെഫ്രിജറേറ്റർ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്വിച്ച്, വൺ സ്വിച്ച് ഓഫ് ചെയ്താൽ അത് ഓഫായി പോകും. ബട്ട് ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് സ്വിച്ച് ഓഫ് ചെയ്യൽ?
അതിന് ഒരു എന്തുണ്ട്, അതിന് ചില ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇത് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. ലുക്ക് കിഡ്സ്, go to start button. This is start button. Here we can see shutdown button. This is shutdown button. Just click here. എങ്ങനെയാണ്? ഫസ്റ്റ് we can go to start button, then we can see here shutdown. Look here, this is shutdown button. Just click the button. Okay, now the computer going to shut down. Yes, our computer is shut down.